ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗിൽഗിൽ ഫോം ഷീറ്റിനെ കൊണ്ടുള്ള ഹെയർ ക്ലിപ്പാണ്. അളവൊക്കെ ഞാൻ അതിൽ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ. ആ ഒരു ടൈപ്പ് അതിൽ അളവെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ അതിൻ്റെ സൈഡിൽ പശ തേച്ചിട്ട് ഇങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കുക. ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് പിടിച്ചിങ്ങാണ്ട് വല്ല ആ ഒരു കനുള്ള ബുക്കോ ഡയറിയോ എന്തെങ്കിലും അതിൻ്റെ മേലെ വെച്ചാൽ അതോ അങ്ങനെ ഒട്ടിക്കോളൂ. ഒട്ടിച്ച് വെച്ചാൽ മതി. ഞാനൊരു ഡയറി എടുത്തിട്ടാട്ടോ അതിൻ്റെ മേലെ വെക്കുന്നത്. മോളൊച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ആ രണ്ട് കളറാണ് ഞാൻ എടുത്തത്. രണ്ട് കളർ അതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഒരു ഈ ഒരു കഷ്ണം പീസ് എടുത്തിട്ടുണ്ട്. അതൊരു 2 ഇഞ്ച് വീതിയിൽ അതേപോലെ തന്നെ നീളത്തിലാട്ടോ എടുത്തത്. അത് അതേമാതിരി തന്നെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നടുവൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് അത് രണ്ടും അതേമാതിരി തന്നെ ചെയ്യണം കേട്ടോ. 2 പീസും ഒരു ചോക്ലേറ്റ് ടൈപ്പുള്ള ക്ലിപ്പാണ് ആക്കുന്നത്. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടല്ലേ, രണ്ടും ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സെൻറ്ററാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ക്ലിപ്പിനെ കൊണ്ട് തന്നെ അവിടെ ഒന്ന് ഒട്ടിച്ച് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അല്ല ഞാൻ ഒട്ടിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ വിട്ട് പോരും. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയാണ്. നമ്മൾ ആ മടക്കി ഒട്ടിച്ച് വെച്ചില്ലേ, ആ പീസ് എടുത്തിട്ട് അതിങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുക. രണ്ട് കറക്റ്റാക്കി വെക്കരുത് കേട്ടോ. ഒന്നിനെക്കാട്ടി ഒന്നിൽ താഴെ ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ചെയ്ത് ഫുള്ള് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിലെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് പശയൊക്കെ തേച്ച് കൊടുത്തിട്ടാട്ടോ അത് ഒട്ടിച്ച് കൊടുക്കും. നല്ല പെട്ടെന്ന് അങ്ങോട്ട് ഇളകി പോരും. ആ റൗണ്ട് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നു പോകും. ഫുള്ള് ഞാനിങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടപ്പോൾ ഏകദേശം എന്താണ് സാധനം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ല. കുറച്ച് നേരം അത് പിടിച്ചു കൊടുക്കണം കേട്ടോ. റൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം പിടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് വിട്ടുപോരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു മുട്ടുസൂചി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കുത്തി കൊടുക്കുക ചെയ്തത്. പിന്നെ ഒന്ന് ഞാൻ ഒട്ടിച്ച് കണ്ടില്ലല്ലോ. അതിൻ്റെ 2 സൈഡിലും ഇതേമാതിരി തന്നെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ല, ഞാൻ ക്ലിപ്പ് ഊരിയിട്ടില്ല. ക്ലിപ്പ് ഊരാത്തത് അത് വിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തില്ലേ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് നേരം വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് സെറ്റ് ആയിക്കോളും. ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനതങ്ങനെ ക്ലിപ്പ് വെച്ചങ്ങാണ്ട് അങ്ങനെ പിടിച്ചു കൊടുത്തത്. ഒട്ടിച്ചെടുക്കുക ഈസി ആയിട്ടുള്ള സാധനമാണ്. സിമ്പിൾ സാധനമാണ്. നല്ല ഭംഗിയുള്ള ടൈപ്പ് ക്ലിപ്പാണ്. അതിന് പല കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതേമാതിരി തന്നെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചങ്ങാണ്ട് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒരു ലൈക്കല്ലേ പോകുന്നുള്ളൂ. അപ്പം ബായ്, വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.